ദ ഗുഡ് സമരിറ്റൻ. ഒരിക്കൽ ഒരാൾ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയതും ചില കള്ളന്മാർ അയാളുടെ അടുത്തേക്ക് വന്നു. അവർ അയാളെ അടിച്ച് മുറിവേൽപ്പിച്ച് അയാളുടെ പണവും വസ്ത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി കളഞ്ഞു. പാവം, അയാൾ ശരീരം മുഴുവനും മുറിവേറ്റ് രക്തമൊഴുകി വഴിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു മഹാൻ കടന്നു വന്നു. അയാൾ ഒരു പുരോഹിതനായിരുന്നു. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെ അയാൾ കണ്ട ഉടനെ ഓടിച്ചെന്ന് സഹായിക്കുമെന്നല്ലേ നമ്മൾ വിചാരിക്ക. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുക, അല്ലേ? എന്നാൽ ഇവിടാണേലേ മുറിവേറ്റ് കിടന്ന ആ വ്യക്തിയെ സഹായിക്കാൻ അയാൾ തയ്യാറായില്ല. അയാൾ മനസ്സിൽ എന്താ ചിന്തിച്ചതെന്നറിയോ? ഇവൻ ആരാ? ഇവനും എനിക്കും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇവനെ ഞാൻ സഹായിച്ചത് കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം കിട്ടുക? അല്ലെങ്കിൽ തന്നെ ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് ഇയാളെ സഹായിക്കാനൊന്നും ടൈമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന വ്യക്തിയെ സഹായിക്കാതെ അയാൾ അവിടെ നിന്നും കടന്നുപോയി. പാവം, മുറിവേറ്റ വ്യക്തിയാണേൽ വേദന സഹിക്കാനാകാതെ കരയുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അതുവഴി ഒരു ലേവ്യൻ കടന്നു വന്നു. അയാളും ആ മുറിവേറ്റ് കിടന്ന മനുഷ്യന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാളെ വളരെ ശ്രദ്ധിച്ചു നോക്കി. ഈ നിലത്ത് കിടക്കുന്ന വ്യക്തി എനിക്ക് പരിചയമുള്ളവനാണോ? അതല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ആണോ? ഏയ്, അല്ലല്ല, ഇയാൾ ആരെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് ഞാനിപ്പോ സഹായിക്കാൻ പോകുന്നേ? അതുപോലെ തന്നെ ഇന്നാണേൽ ഞാൻ വൈറ്റ് ഡ്രസ്സാ ഇട്ടേക്കുന്നേ. ഇല്ലായിരുന്നേൽ സഹായിക്കാമായിരുന്നു. ഇനിയിപ്പോ സഹായിച്ചാ തന്നെ എന്റെ ഡ്രസ്സ് ഫുള്ള് ചീത്തയാകും. ആ ലേവ്യക്കാരനാണേൽ അയാളെ സഹായിക്കാതെ കണ്ടിട്ടും കാണാത്തവനെ പോലെ പോയി കളഞ്ഞു. പാവം, മുറിവേറ്റ വ്യക്തിയെ സഹായിക്കാൻ ആരും വന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞതും അതോ ആരോ കഴുതപ്പുറത്ത് വരുന്നു. ആരാത്? അതാ ഒരു ശമര്യക്കാരൻ കഴുതപ്പുറത്ത് വരുന്നു. അങ്ങനെ അയാൾ ഇങ്ങനെ കടന്നു വന്നതും ആരോ അത് മുറിവേറ്റ് കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ശമര്യക്കാരൻ ആ കഴുതപ്പുറത്തു നിന്നും ഇറങ്ങി, അയ്യോ, ആരാ മുറിവേറ്റ് കിടക്കുന്നേ? ആരാ ഇത് എന്നും പറഞ്ഞുകൊണ്ട് ആ മുറിവേറ്റ വ്യക്തിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട്, സ്നേഹിത, ഇതാരാ നിങ്ങളോട് ചെയ്തേ? അയ്യോ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നും പറഞ്ഞ് അയാൾക്ക് കുടിക്കാൻ വെള്ളം നൽകി. എന്നിട്ട് ശമര്യക്കാരൻ അയാളുടെ മുറിവുകളെല്ലാം കെട്ടി. എന്നിട്ട് അയാളെ കഴുതപ്പുറത്ത് കയറ്റി ഒരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അയാൾക്ക് ചികിത്സയ്ക്കുള്ള പണവും ആ വൈദ്യന്റെ കയ്യിൽ കൊടുത്തു. പൂർണ്ണ മനസ്സോടെ അയാളെ ആ ശമര്യക്കാരൻ സഹായിച്ചു. കേട്ടോ, പാവത്തിൽ നമ്മളെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ.